ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഓണം സീരീസിൻ്റെ അടുത്ത റെസിപ്പി നോക്കാം. ഇത് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഓലൻ. അപ്പോൾ നമുക്ക് ഓലൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസം നൈറ്റ് കുതിർത്തി വെച്ചിരുന്ന കുറച്ച് വൻപയർ, വെള്ളപ്പയർ ഞാൻ എടുത്തു. വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം, കുറച്ച് ലേശം ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 to 4 വിസിൽസും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പയർ നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുമ്പളങ്ങ എടുക്കാം. അപ്പോൾ ഇത് വെള്ളരിക്ക് വെച്ചിട്ട് നമുക്ക് ഓലൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിനെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് നമുക്ക് ചെറിയ ചെറിയ കനം കുറച്ച് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ വളരെ കനം കുറച്ചിട്ട് വേണം നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ടൊന്ന് 2ആയിട്ട് മുറിച്ച് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓലൻ അധികം എരിവില്ലാത്ത കറിയാണ്, അപ്പോൾ വേണമെങ്കിൽ മാത്രം 2 ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു പച്ചമുളകായാലും മതി. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇനി നമ്മൾ നേരത്തെ ഞാൻ ചിരകി വെച്ചിരുന്ന തേങ്ങ പിഴിഞ്ഞെടുത്ത 2ാം പാലാണ്, തേങ്ങയുടെ 2ാമത്തെ പാലാണത്. ആ 2ാമത്തെ പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ നമ്മൾ നേരത്തെ വെച്ച നമ്മുടെ പയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങേനെ ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയിലേക്ക് നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് തിളപ്പിക്കാം, ഒന്ന് വേവിച്ചെടുക്കാം. ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ 1ാം പാൽ, നമ്മുടെ തേങ്ങ പിഴിഞ്ഞിട്ടുള്ള 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാനായിട്ട് അധികം നിൽക്കണം. ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്കിതിൽ ഓഫ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിന് മേലെ ഒന്ന് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഫ്ലേവർ, ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ അതിലേക്ക് ശരിക്കും പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ നമുക്ക് ഒഴിച്ചുവിടാനാവാത്തൊരു ഐറ്റമാണ് ഓലൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഈസിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഓണം റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.